നാണക്കേടുകൊണ്ട് എൻ്റെ തല താഴ്ന്നിരിക്കുകയാണ്. ലോകം മുഴുവനും നടന്ന് കടം ചോദിക്കേണ്ട അവസ്ഥ. പണത്തിന് വേണ്ടി തെണ്ടുന്നു. ഞാനും എൻ്റെ സൈനിക മേധാവിയും ആകെ നാണം കെട്ടിരിക്കുകയാണ്. പറയുന്നത് മറ്റാരുമല്ല, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആണ്. അദ്ദേഹം പാകിസ്ഥാനിലെ ഒരു യോഗത്തിൽ, അതായത് അവിടെയുള്ള വലിയ പണക്കാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. ഈ പറയുന്നത് പോലെ ശതകോടീശ്വരന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ പാകിസ്ഥാനിലെ മുന്തിയ പണക്കാരുടെ, അവിടുത്തെ വലിയ വ്യവസായികളുടെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ സംസാരിക്കവെയാണ് ഷഹബാസ് ഷെരീഫ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം തൻ്റെ ദയനീയ അവസ്ഥ, രാഷ്ട്രത്തിൻ്റെ തകർന്ന സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം വ്യവസായികൾക്ക് മുന്നിൽ വെച്ചു. ഇനി നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ രക്ഷപ്പെടുകയുള്ളൂ എന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. എന്താണ് ഇതിന് കാരണം? മുൻപിൻ ചിന്ത കൂടാതെ തൊട്ടയൽപക്കത്ത് കിടക്കുന്ന ഇന്ത്യയെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ ഭീകരർക്ക് വെള്ളവും വളവും പരിശീലനവും കൊടുത്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുക. ഇവിടെ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി വലിയ രീതിയിൽ ചാരസംഘടനയായ ISI വഴി പണം നിക്ഷേപിക്കുക, ഇങ്ങോട്ടേക്ക് ഇറക്കുക. അങ്ങനെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യ വിരോധവും ഇന്ത്യ വെറുപ്പും പ്രാണവായുവാക്കി ജീവിക്കുന്ന പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായിട്ട് ശ്രമിച്ചു വരുന്ന കാര്യം നമുക്കൊക്കെ അറിയാം. വിഭജനത്തിന് ശേഷം ഒരു രാഷ്ട്രമായി മാറിയ പാകിസ്ഥാൻ എക്കാലത്തും അന്നു തൊട്ട് ഇന്നു വരെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ, ഇന്ത്യയെ നശിപ്പിക്കാൻ, ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശ്രമിച്ച് ഒടുവിൽ പാകിസ്ഥാൻ കടം കയറി മുടിഞ്ഞു. ഇന്ന് വിഷം വാങ്ങാൻ പോലും പണമില്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പാകിസ്ഥാൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് മേലുള്ള അധികാരം ഇപ്പോൾ IMFനാണ്. അവിടെ എത്ര നികുതി ചുമത്തണം, എത്ര ഇറക്കുമതി തീരുവ ചുമത്തണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ന് IMF ആണ്, പാകിസ്ഥാനല്ല. പാകിസ്ഥാന് ആവശ്യമുള്ള പണം കടമായിട്ട് കൊടുത്ത IMF പാകിസ്ഥാൻ്റെ പരമാധികാരത്തിന് മേൽ പിടിമുറുക്കി എന്നതാണ് സത്യം. ഇനി IMFനെ ധിക്കരിച്ചുകൊണ്ട് പാകിസ്ഥാനും പാക് ഭരണകൂടത്തിനും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ IMFൻ്റെ അഥവാ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് പരിപൂർണമായും കീഴടങ്ങിയ അവസ്ഥയിലാണ് പാകിസ്ഥാൻ. കൂനിന്മേൽ കുരുവെന്ന പോലെ പാകിസ്ഥാൻ ഉള്ളിൽ വിഘടനവാദം വളരെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ബലൂചിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്യന്തം ഞെട്ടിപ്പിക്കുന്നതാണ്. BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂജ് വിമോചന പോരാളികൾ എന്ന് മലയാളത്തിൽ പറയും. അവർ ഈ ബലൂചിസ്ഥാന് പാകിസ്ഥാനിൽ നിന്ന് മോചനം വേണം, ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കണം, ഞങ്ങൾ പാകിസ്ഥാനോടൊപ്പം ചേരാൻ തയ്യാറല്ല, ഈ ഭരണകൂടത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് വാദിച്ചുകൊണ്ട് വിഘടനവാദ പ്രവർത്തനം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി. നോക്കൂ, ഇന്ത്യയിൽ വിഘടനവാദം വളർത്താൻ വേണ്ടിയിട്ട്, കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റാൻ വേണ്ടിയിട്ട്, ഖാലിസ്ഥാനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സംഘർഷങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ സ്വന്തം രാജ്യത്ത് നടന്ന ഈ വിഘടനവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ല. ഇത് ബലൂചിസ്ഥാൻ മാത്രമല്ല, ഖൈബർ പഖ്തൂൺഖ്വ എന്ന പ്രവിശ്യ, അത് അഫ്ഗാനുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്നതാണ്. ആ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലും ഇതുപോലെ ഒരു വിമോചന പ്രക്ഷോഭം നടന്നു വരികയാണ്. അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് വിടുതൽ നേടി അഫ്ഗാനൊപ്പം ചേരണം. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അത് ഒരു ഭീകര സംഘടനയായിട്ടാണ് UN അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ അതിനെ കരുതുന്നത്. അങ്ങനെ വടക്കും തെക്കും ഒരുപോലെ ഭീഷണിയുടെ മുൾമുനയിൽ അല്ലെങ്കിൽ ഭീഷണിയുടെ പിടിയിൽ അമർന്ന് പാകിസ്ഥാൻ
വാസ്തവത്തിൽ നട്ടം തിരിയുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബലൂചിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങളിൽ ഈ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണങ്ങളിൽ 80 പാക് പോലീസുകാരും സൈനികരും രഹസ്യാന്വേഷണ വിഭാഗത്തിലുള്ളവരുമടക്കം 80 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. സിവിലിയൻസിൻ്റെ മരണസംഖ്യ എത്രയാണ് എന്ന് ഇതുവരെ വിവരം കൃത്യമായി പുറത്തു വന്നിട്ടില്ല. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയാകട്ടെ പല സ്ഥലങ്ങളിലും തങ്ങൾ പാക് സൈന്യത്തെ തുരത്തി ഓടിച്ച് അവിടെ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിടുവിച്ച് തങ്ങൾ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പല മുതിർന്ന നേതാക്കളും ഇത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. സോഷ്യൽ മീഡിയയിലെമ്പാടും ഈ ബലൂചിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ ഏറ്റുമുട്ടലുകളുടെ വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ ആക്രമണങ്ങളും വെടിവയ്പ്പും സ്ഫോടനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പാക് സൈന്യം അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. കയ്യിൽ കിട്ടിയ പാക് സൈനികരെയും പാക് പോലീസുകാരെയും പാക് ഭരണകൂടത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വധിച്ചു. അങ്ങനെ വലിയ വെല്ലുവിളി ബലൂചിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്നു. അതിന് കാരണം ബലൂചിസ്ഥാൻ പറയുന്നു, കാലാവസ്ഥാപരമായി, പ്രവിശ്യാപരമായി, പ്രാദേശികമായി ഒക്കെ ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വ്യത്യസ്തരാണ്, വേറിട്ട് നിൽക്കുന്നവരാണ്. ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വലിയ തോതിൽ ധാതു സമ്പത്തുക്കൾ കിടപ്പുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ലക്ഷ്യമിട്ടാണ് അമേരിക്ക പലപ്പോഴും പാകിസ്ഥാനെ സഹായിക്കുന്നത്. ഇറാനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനിൽ തന്ത്രപ്രധാനമായ ഒരു സൈനിക താവളം അമേരിക്കയ്ക്ക് വേണമെന്നുണ്ട്. അത് ഇപ്പോൾ ഏതാണ്ട് പാക് സൈനിക മേധാവി ഫെയിൽഡ് മാർഷൽ എന്നറിയപ്പെടുന്ന ഫെയിൽഡ് മാർഷൽ അസിം മുനീർ അതിനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. അപ്പോൾ ഒരു വമ്പൻ സൈനിക താവളം അമേരിക്ക ബലൂചിസ്ഥാനിൽ നിർമ്മിക്കും. അത് നിർമ്മിക്കുന്നതോടുകൂടി ഇറാന് വലിയ ഭീഷണി അവിടെ നിന്ന് ഉയരുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ സഹായത്തോടുകൂടി BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതിനെതിരെ ശക്തിയുക്തം പോരാടും എന്ന് വ്യക്തമാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാൻ. ഇനി കടം വാങ്ങാൻ ആരുമില്ല. ലോകം മുഴുവനും നടന്ന് തെണ്ടി കടം വാങ്ങുകയാണ് എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ നാണക്കേട് കൊണ്ട് എൻ്റെ തല താഴ്ന്നിരിക്കുകയാണ്. ഇങ്ങനെ കടം തരുന്ന ആൾക്കാർ അവരുടെ സമ്മർദ്ദങ്ങൾ നമുക്ക് മുകളിൽ ചെലുത്തുകയാണ്. അവർ പറയുന്നത് നമുക്ക് അനുസരിക്കേണ്ടി വരുന്നു. നമ്മുടെ പരമാധികാരം പോലും അടിയറ വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ എത്ര ഗുരുതരമാണ്, എത്ര പരിതാപകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒപ്പം രാജ്യത്തിനുള്ളിൽ നിന്ന് അതിശക്തമായ വിഘടനവാദ പ്രക്ഷോഭങ്ങളും കൂടി ഉയരുമ്പോൾ എന്തായിരിക്കും ആ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ? നട്ടല് തകർന്ന് തലച്ചോറ് തകർന്ന് മൃതപ്രായമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇന്ന്. ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യ വെറുപ്പും ജീവവായുവാക്കിയ ഒരു രാഷ്ട്രത്തിന് ഇത്തരത്തിൽ ഒരു നാശം നേരിടുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ വളരെ അവധാനതയോടെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പലപ്പോഴും ഇന്ത്യയോട് സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ അക്കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. അത് രാജ്യത്തിനുള്ളിലെ പ്രശ്നം അവിടെ തീർക്കേണ്ടതാണ്, അതുകൊണ്ടും ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയാണ് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നത്, അത് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മിടുക്കാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ അഭിമാനിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടുകൂടി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഇതൊന്നും ഒരു നയതന്ത്ര തലത്തിൽ, വിദേശകാര്യ തലത്തിൽ നല്ല കാര്യങ്ങളല്ല. ഒരു രാജ്യത്തെ പൗരന്മാരും ഇത്തരത്തിൽ രാജ്യ താൽപ്പര്യത്തിനെതിരായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ പാടില്ല.
എന്തായാലും നമ്മുടെ തൊട്ടയൽവക്കത്ത് പട്ടിണിയും പരിവട്ടവും കൊടികുത്തി വാഴുന്നു. കടം നാൾക്ക് നാൾ പെരുകി പെരുകി വരുന്നു. ഒപ്പം ഈ വിദേശ രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് അവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു. ഇനി രാജ്യത്തിനുള്ളിൽ നിന്നാകട്ടെ വിഘടനവാദ പ്രക്ഷോഭങ്ങൾ അതിശക്തമായിരിക്കുന്നു. അത് തെക്കും വടക്കും ഒക്കെ ഒരുപോലെ രാജ്യത്തെ ശ്വാസം മുട്ടിക്കുന്നു. എന്തായാലും വിനാശകാലേ വിപരീത ബുദ്ധി, വിതച്ചത് കൊയ്ത് പാകിസ്ഥാൻ നട്ടം തിരിയുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.